വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇപ്പോൾ ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. പിനാട്ട സ്മാഷ് കേക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് കേക്കാണോ എന്ന്. അതെ, ഇതൊരു കേക്കാണ്. പക്ഷേ നമ്മൾ സാധാ കേക്ക് പോലെ ഇത് മുറിച്ചിട്ടല്ല, തല്ലി പൊട്ടിച്ചിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. അതെന്താണെന്നുള്ളത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 400 ഗ്രാം കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം കോമ്പൗണ്ട് മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇതിനെ ഞാൻ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ എടുക്കാവുന്നതാണ്. നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾക്ക് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ ഒരു 30 സെക്കൻഡ്സിൻ്റെ ബ്രേക്കിൽ വെച്ചിട്ട് എടുത്ത് ഇളക്കിയിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഡബിൾ ബോയിൽ മെത്തേഡാണ് മെൽറ്റ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ അടിയിൽ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഗ്ലാസ് ബൗളിൽ നമ്മുടെ ചോക്ലേറ്റ് ഇട്ടിട്ട് മെൽറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും ചോക്ലേറ്റ് ഡയറക്റ്റായിട്ട് അടുപ്പിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യരുത്. അപ്പം ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ഈ പാത്രം വെള്ളത്തിൽ തട്ടാതെ സൂക്ഷിക്കണം. കാരണം നമുക്കധികം ഹീറ്റൊന്നും വേണ്ട. ഈ ഒരു ആവിയിലാണ് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രം മെൽറ്റായിട്ട് മറ്റേ ഭാഗം മെൽറ്റാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോഴേക്കും ആദ്യം മെൽറ്റായ ബാച്ച് ബേണായിപ്പോവും. അപ്പോൾ ഇളക്കിയും കൊണ്ട് തന്നെ മെൽറ്റ് ചെയ്യാം. ഏകദേശം ഈ ഒരു പാകമൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കളയാം. പിന്നെ അത് ആ ചൂട് കിടന്ന് തന്നെ ബാക്കി ചോക്ലേറ്റൊക്കെ മെൽറ്റായിക്കോളും. ഈ ഒരു ചോക്ലേറ്റിൻ്റെ ബോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു മോൾഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ 13 സെൻറ്റിമീറ്റർ വായുവട്ടമുള്ള മോൾഡാണ്. ഇത് ഒരു സെമി സ്ഫിയർ ആണ്, അതായത് ഒരു വലിയ ബോളിൻ്റെ ഹാഫാണ്. ഇത് നിങ്ങൾക്ക് ബേക്കിംഗ് സപ്ലൈസ് വിൽക്കുന്ന ഷോപ്പിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് സെൻറ്റേഴ്സിലൊക്കെ കിട്ടും. സിലിക്കോൺ മോൾഡും അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാം. ഒരുപാട് വിലയൊന്നുമില്ല. ഇല്ലാതെ അലൂമിനിയം മോൾഡുകളും ഒക്കെ അതും കാണാറുണ്ട്. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അതുപോലെ ചൂടും പോയിട്ടുണ്ട്. നിങ്ങൾ വിരൽ മുക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുക്കാൻ പറ്റണം. അത്ര ചൂട് ഇതിനിപ്പോൾ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൽ കുറച്ചെടുത്തിട്ട് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മോൾഡിൽ മുഴുവനായിട്ട് ചോക്ലേറ്റ് കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കണം. എല്ലാ വശവും ഒരുപോലെ കവറാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമുക്ക് ഇത് ഒരു കോട്ടിങ് ചെയ്താൽ മതിയാവില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കോട്ടിങ് ചെയ്താലും നമ്മുടെ മോൾഡിനകത്തുള്ള ചോക്ലേറ്റ് ഭയങ്കര തിന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മോൾഡിൽ നിന്ന് എടുക്കുമ്പോൾ പൊട്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് 2 or 3 കോട്ടിങ് ചെയ്യണം. എന്നാലേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആ ഒരു ചോക്ലേറ്റ് ഷെല്ല് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ എക്സസ് ആയിട്ടുള്ളത് മോൾഡിൽ നിന്ന് തിരിച്ചിട്ട് നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിൻ്റെ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം. 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഈ ചോക്ലേറ്റ് നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പം ഞാനിതൊരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് വരാം. 5 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യത്തെ ലെയർ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇതിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് മുഴുവനായിട്ട് കവറായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മോൾഡ് ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ കുഴിയുള്ള ഭാഗമല്ലേ, അവിടെ കട്ടി കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലുള്ള ഭാഗത്ത് കുറച്ചധികം ചോക്ലേറ്റ് തേച്ച് കൊടുക്കണം. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അറ്റത്താണ് ഞാൻ കുറച്ചധികം ചോക്ലേറ്റ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ തേച്ചിട്ടുള്ളത്. ഒരു 5 മിനിറ്റ് അതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഞാൻ രണ്ടാമത് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 കോട്ടിങ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അറ്റത്തൊക്കെ ചില ഭാഗത്ത് നേർത്തിട്ടാണുള്ളത്. അപ്പം നമ്മൾ മോൾഡിൽ നിന്ന് എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ നേർത്തിട്ട് തോന്നുന്നത് അവിടെ മാത്രം ചോക്ലേറ്റ് തേച്ച് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി സെറ്റായ ലെയറിൻ്റെ മേലെ നമ്മൾ ചോക്ലേറ്റ് തേക്കുന്ന കാരണം തേക്കുമ്പം തന്നെ ഈ ചോക്ലേറ്റും കൂടെ സെറ്റായിട്ട് കിട്ടും. ആ ഒരു തണുപ്പിൽ ചോക്ലേറ്റ് ഹാർഡാവുന്നതാണ്. ഞാനിപ്പോൾ അറ്റത്ത് ഒരു ലെയറും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം പറയുകയാണെങ്കിൽ ടോട്ടൽ 3 ലെയർ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എക്സസ് ഉള്ളതൊക്കെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഒന്നൊന്ന് വടിച്ചെടുക്കുകയാണ്. നമുക്കൊരു 5 മിനിറ്റും കൂടെ അതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് ഹാർഡാവും. നമ്മൾ ഫ്രീസറിൽ വെക്കേണ്ട താമസം തന്നെ അത് ഹാർഡാവും. പിന്നെ ഈ ഒരു മോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കയ്യിൽ വിട്ട് വരും. അതാണ് ഈ ഒരു മോൾഡിൻ്റെ പ്രത്യേകത. നമുക്ക് ഇതൊരു ബട്ടർ പേപ്പറിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ ഒരു പീസും കൂടെ നമുക്ക് നമ്മൾ ചെയ്ത അതേ പ്രോസസ്സിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും ഞാൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ആ ഒരു പോർഷനും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഈസി ആയിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അസംബിൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് പുറത്ത് വെച്ചപ്പോൾ ഒന്ന് ഹാർഡായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അധികം ചൂടൊന്നും വേണ്ട. നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ചോക്ലേറ്റ് ആയിരിക്കണം. അതൊന്ന് കുറച്ച് ഞാൻ ഈ ഗ്ലോബ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
ഏതൊരു ബോർഡിൻ്റെ മേലെയാണോ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് വേണ്ടത് അവിടെ കുറച്ച് ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതിൽ ഒരു ഹാഫ് പോർഷൻ ഇതിൻ്റെ മേലെ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് ഫ്രീസറിൽ വെക്കാം. അപ്പം ഇത് ബോർഡിൻ്റെ മേലെ സ്റ്റിക്കായി കിട്ടും. അപ്പം ഞാൻ നേരത്തെ കുറച്ച് ചോക്ലേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒട്ടിക്കാനായിട്ട്. അതുകൂടാതെ ബാക്കി വന്ന ആ മെൽറ്റഡ് ചോക്ലേറ്റിൽ കുറച്ച് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് ഗനാഷ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഒന്നും വേസ്റ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഗനാഷ് ആക്കി എടുക്കാം ബാക്കിയുള്ളത്. അതുപോലെ തന്നെ ഞാനൊരു ചോക്ലേറ്റ് കേക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഫില്ല് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി മുന്നേ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് നമ്മുടെ ചോക്ലേറ്റ് ബോളിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ട്. അതിലൊരു പീസ് നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സാധാ പോലെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ഷുഗർ സിറപ്പിൽ ചെറുതായിട്ടൊന്ന് സോക്ക് ചെയ്തിട്ടുണ്ട്. മുകളിൽ നമ്മൾ റെഡിയാക്കിയ ചോക്ലേറ്റ് ഗനാഷ് തേച്ച് കൊടുത്തു. പിന്നെ ഒരു ലെയർ കൂടെ ചോക്ലേറ്റ് വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ഷുഗർ സിറപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് വീണ്ടും ഗനാഷ് ചെയ്യാം. നമ്മൾ സാധാരണ കേക്ക് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ തന്നെ ആണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് കേക്കൊന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് പോവില്ല. കാരണം ഞാനിപ്പോൾ ഒരു 13 സെൻറ്റിമീറ്ററിൻ്റെ വായ്വട്ടമുള്ള ആ ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്ര വലുതെടുക്കുന്നോ അത്രയും വലുപ്പത്തിലുള്ള കേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനിയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ സർപ്രൈസ് വെക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണോ നിങ്ങൾക്ക് ഈ കേക്ക് കൊടുക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ളത്, ആ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും ഒരു ബോക്സിലോ കവറിലോ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. ഞാനിപ്പോൾ ഒരു കോയിനാണ് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വീറ്റ്സ് വെക്കണമെങ്കിൽ അത് വെക്കാം. വേറെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വെക്കാം. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ തണുപ്പ് പറ്റുന്ന സാധനമായിരിക്കണം വെക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മെൽറ്റഡ് ചോക്ലേറ്റിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ 2 പീസും കൂടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ പീസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എവിടെയെങ്കിലുമൊക്കെ മിസ്സായി പോയ ഭാഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ചെറുതായിട്ട് ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആ മെൽറ്റഡ് ചോക്ലേറ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിബൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിബണൊക്കെ നമ്മൾ ഒട്ടിക്കുന്നത് ചോക്ലേറ്റ് കൊണ്ട് തന്നെയാണ്. ആ നേരത്തെ നമ്മൾ മാറ്റി വെച്ച് മെൽറ്റഡ് ചോക്ലേറ്റോടെ തന്നെ ഒട്ടിക്കണം. വേറെ ഒന്നും യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ചെറിയ ബോ കൂടെ ഈ റിബണിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതുകൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സെലിബ്രേഷനൊക്കെ ഉള്ളതാകുമ്പം നമുക്ക് കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡെക്കറേഷൻ ചെയ്യണോ അതൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഫോട്ടോ എടുക്കുന്നതിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പ്ലേറ്റും മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഫെററോ റോഷറൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ടോപ്പർ വെക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പർ വെക്കാം. അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വെക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഇതിൻ്റെ കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അതൊക്കെ ഇതിൻ്റെ കൂടെ വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾക്ക് വേറൊരു സാധനം വേണ്ടത് ഇതുപോലത്തെ ഒരു ഹാമറാണ്. ഇത് നിങ്ങൾക്ക് സാധാരണ നമ്മൾ ഹാർഡ്വെയർ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ കിട്ടും. പിന്നെ ഇപ്പം കുറച്ച് കേക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഞാനിതൊരു ഗിഫ്റ്റ് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ നമ്മളെ ഹാമറിൻ്റെ മേലെയും കുറച്ച് റിബണൊക്കെ ചുറ്റിയിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹാമറിനൊന്നും വലിയ വിലയില്ല കേട്ടോ. ഞാനതൊരു 3 ദിർഹംസിനാണ് വാങ്ങിയത്. ഇവിടെ നാട്ടിൽ 60 രൂപയൊക്കെ ആവുള്ളൂ. ഇനി നമുക്കിത് പൊട്ടിക്കാം. അപ്പം ഇത് പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഹാമർ വെച്ചിട്ട് അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കുന്നത് അവർക്ക് ഇതുപോലെ ഇത് അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ കണ്ണിൽ കാണുക ഗിഫ്റ്റാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വെച്ച ഗിഫ്റ്റ് ഇതുപോലെ നമുക്ക് എടുക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് ഏകദേശം 2 മണിക്കൂറൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും മെൽറ്റൊന്നും ആയി പോയിട്ടൊന്നുമില്ല. കണ്ടൻസേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ മേലെ നീരാവി പോലെ വരികയാണെങ്കിൽ നിങ്ങൾക്കത് ഒരു ടിഷ്യൂ വെച്ച് തുടച്ച് കളയാം. കഴിക്കാനായിട്ട് ഇതൊന്നും കൂടെ നിങ്ങൾക്ക് തല്ലി പൊട്ടിച്ചിട്ട് തുറന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് നിങ്ങൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടം. കാരണം ഇതൊരു ഫൺ ആക്ടിവിറ്റി കൂടിയാണല്ലോ. ഇൻഗ്രീഡിയൻസും ടിപ്സൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.